ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇന്ന് ഞാൻ പ്രശ്നമാർഗത്തിലെ 20ാമത്തെ അധ്യായം ജാതകം കൊണ്ട് ഭാര്യാചിന്ത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ പ്രശ്നജാതക സമ്പാദേ സർവത്ര ഫലനിർണയ ഇതി സപ്തമഭാവോധ ജാതകേനാഭിചിന്യതേ. സർവത്ര പ്രശ്നജാതക സംവാദേ ഫലനിർണയ, എല്ലാവിധവും പ്രശ്നവശാലും ജാതകവശാലും സംവാദേ ഫലനിർണയ, യോജിപ്പുണ്ടായാൽ ഫലം ഉറപ്പിച്ചു പറയണം. ഇതി അധ സപ്തമഭാവ, അതുകൊണ്ട് അനന്തരം 7ാം ഭാവം ജാതകേന അഭിചിന്യതേ, ജാതകം കൊണ്ടും ചിന്തിക്കപ്പെടുന്നു. ഇവിടെ 7ാം ഭാവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൽ 7ാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയെയാണ് പറയുന്നത്. സ്ത്രീയുടെ ജാതകമാണെങ്കിൽ ഭർത്തൃ ചിന്ത. അപ്പോൾ 7ാം ഭാവം കൊണ്ടാണ് നമ്മൾ ഭാര്യയെ ചിന്തിക്കുക അല്ലെങ്കിൽ ഭർത്താവിനെ ചിന്തിക്കുക. അത് പ്രശ്നവശാലും ജാതകവശാലും ഒരാൾ ജനിച്ച ആ ഗ്രഹനില വെച്ചിട്ടും 7ാം ഭാവം കൊണ്ട്, അതേപോലെ തന്നെ പ്രശ്നവശാലും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് പോലെ തന്നെ 7ാം ഭാവം കൊണ്ടും ജാതകവശാലും പ്രശ്നവശാലും ചിന്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് 1ാം ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി 2ാമത്തെ ശ്ലോകം. പ്രോക്തൈഷാ പുത്രചിന്താ നൃഷു നഹി ഘടകേ ദാരഹീനേഷു നൂനം ശ്രൗതം സ്മാർത്തം ച സർവം ഗൃഹീഷു ച വിഹിതം കർമ്മജാതം യതോത കർത്തവ്യ സ്യാദവശ്യം പരിണയനവിധി കർമ്മണേ ചാത്മജാപ്ത്യേ തസ്മാദുദ്വാഹ ചിന്താമഭി മഹദുദിതാം വാച്മി പദൈർനവീനൈ. പ്രോക്ത ഏഷാ പുത്രചിന്ത, മുൻപ് പറഞ്ഞ ഈ സന്താനചിന്ത ദാരഹീനേഷു നൃഷു, ഭാര്യയില്ലാത്ത നരന്മാരിൽ ഘടതേ നഹി, യോജിക്കുന്നതല്ലോ. അതായത് ആദ്യം പറഞ്ഞിട്ടുള്ള ഇതിൽ പ്രശ്നമാർഗം ഉത്തരാർത്ഥത്തിൽ നമ്മൾ 17 മുതലുള്ള അധ്യായങ്ങൾ കണ്ടു. അതിൽ സന്താന ചിന്തകളാണ്, വിവാഹം, സന്താന ചിന്ത, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് സന്താനം ഉണ്ടാകണമെങ്കിൽ വിവാഹം വേണമല്ലോ. ഭാര്യ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഇത് സന്താന ചിന്ത പറയുക? അപ്പോൾ നമ്മൾ ആദ്യം ഭാര്യയെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കൃതം സ്മാർത്തം ച സർവം, ശ്രുതികളിലും സ്മൃതികളിലും ഉള്ള എല്ലാ കർമ്മങ്ങളും, സർവം കർമ്മജാതം ഗൃഹീഷു സഹിതം, ഗൃഹസ്ഥന്മാരിൽ നിക്ഷിപ്തമാണ്. യഥാ അത, ആ തത്വം യാതൊന്നാണോ ആയതിൽ നിലനിൽക്കുന്നു. തസ്മാൽ കർമ്മണേച, അതുകൊണ്ട് കർമാധികാരത്തിനും ആത്മജാപ്തിയെ, സന്താനലാഭത്തിനും വേണ്ടി പരിണയന വിധിം, വിവാഹം ചെയ്യുക എന്നുള്ളത് അവശ്യം കർത്തവ്യം സാൽ, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കർത്തവ്യമാകും. തസ്മാൽ മഹദുദിതാം, ആയതിനാൽ മഹാന്മാരാൽ പറയപ്പെട്ട ഉദ്വാഹ ചിന്താമഭി, വിവാഹ നിരൂപണത്തെക്കുറിച്ചും നവീനൈ പദ്യൈ വാച്മി, പുതിയ പദ്യങ്ങൾ കൊണ്ട് പറയപ്പെടുന്നുണ്ട്. അതായത് യാഗാദി കർമ്മങ്ങൾ ശ്രോതങ്ങളും അഷ്ടകപർവാണികൾ സ്മാർത്തങ്ങളുമാണ്. ഇവിടെ പൂർവസൂരികളുടെ അഭിപ്രായങ്ങൾ ഗ്രന്ഥകർത്താവ് സ്വന്തം പദ്യങ്ങൾ കൊണ്ട് പറയുന്നു. എങ്കിലും ഗ്രന്ഥാന്തരങ്ങളിൽ നിന്നും ഉദ്ധരണികളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥകർത്താവ് പുതിയൊരു സ്വന്തം പദ്യം ഉപയോഗിച്ചിട്ടാണ് പുതിയതായിട്ടുള്ളൊരു ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ്? മറ്റ് ശ്രുതികളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ള, ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഇവിടെ നിക്ഷിപ്തമാണ്. അതായത് സന്താനം, കർമ്മം, അധികാരം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിവാഹത്തിന് ശേഷം, വിവാഹം എന്നിവയൊക്കെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കർത്തവ്യമാണ്. അപ്പോൾ വിവാഹ നിരൂപണത്തെക്കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. 3ാമത്തെ ശ്ലോകം. ന്യൂനതനാദതദൃഷ്ടേ തദ്യുക്തഭൃഗുജാതയ
ഇഹ സാധനഭൂതാനി ഗുണദോഷനിരൂപണേ ദ്യൂനതനാദത ദ്രഷ്ടൃ തദ്യുക്തഭൃഗുജാതയ ഇഹ ഗുണദോഷനിരൂപണേ. ഇവിടെ ഏഴാം ഭാവാധിപൻ, ഏഴാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹം, അവിടെ നിൽക്കുന്ന ഗ്രഹം, ശുക്രൻ മുതലായവർ ഇവിടെ ഭാവഗുണദോഷ നിരൂപണത്തിന് സാധനഭൂതാനി ആവശ്യമായ വസ്തുതകളാകുന്നു. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് ഭാവമാണ് നമ്മൾ നോക്കുക? ഏഴാം ഭാവം, ഏഴാം ഭാവാധിപൻ, ഏഴാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹം, അവിടെ നിൽക്കുന്ന ഗ്രഹം, ശുക്രൻ, വിവാഹകാരകനാണ് ശുക്രൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വിവാഹ സംബന്ധമായിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ നിരൂപിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഏഴാം ഭാവം ഏതാണ്, ഏഴാം ഭാവാധിപൻ ആരാണ്, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആരാണ്, അവിടെ നോക്കുന്ന ഗ്രഹം ഏതാണ്, ഏഴാം ഭാവാധിപനോട് കൂടി നിൽക്കുന്ന ഗ്രഹം ഏതാണ്, ശുക്രനോട് കൂടി നിൽക്കുന്ന ഗ്രഹം ഏതാണ്, നോക്കുന്ന ഗ്രഹം ഏതാണ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഗുണദോഷ നിരൂപണമാണ് ഏഴാം ഭാവത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് 3-ാം ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി 4-ാം ശ്ലോകം. സ്വസ്വാമിഭൂതാനുഗുണ സ്വഭാവാം കുര്യൂരംഗനാം മേഷാദ്യദ്യൂനഗ പുംസാം സ്വഭാവസ്സോതകഥ്യതേ. ദ്യൂനഗ, മേഷാദ്യ, ഏഴാം ഭാവമായ മേടം ആദ്യായ രാശികൾ, പുംസാം സ്വസ്വാമിഭൂത, പുരുഷന്മാർക്ക് അതത് രാശികളുടെ പഞ്ചഭൂതങ്ങൾക്ക് നൃഗുണ സ്വഭാവം, അനുഗുണമായ സ്വഭാവമുള്ള അംഗനാം കുര്യു അത, ഭാര്യയെ സൃഷ്ടിക്കുന്നു. അനന്തരം സ സ്വഭാവഗതി, ആ ഗുണസ്വഭാവം പറയപ്പെടുന്നു. അപ്പോൾ പുരുഷജാതത്തിൽ ഇതിൽ ജാതകം കൊണ്ട് 20-ാം അധ്യായത്തിൽ ജാതകം കൊണ്ട് ഭാര്യാചിന്തയാണ് പറയുന്നത്. അപ്പോൾ പുരുഷൻ്റെ ജാതകം കൊണ്ട് 7-ാം ഭാവത്തിൻ്റെ ഭാര്യചിന്തയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മേടം തുടങ്ങിയിട്ടുള്ള ഓരോ രാശികൾക്കും പറഞ്ഞിട്ടുള്ള പഞ്ചഭൂത സംബന്ധമായിട്ടുള്ള സ്വഭാവമുള്ളത്, പഞ്ചഭൂത സ്വഭാവമായിട്ടുള്ള അനുഗുണമായിട്ടുള്ള സ്വഭാവമുള്ള ഭാര്യയാണ് ഓരോ രാശികളെ കൊണ്ടും സൃഷ്ടിക്കുന്നത്. അപ്പോൾ പുരുഷജാതത്തിൽ 7-ാം ഭാവം ഏത് രാശിയാണോ, മേടം തുടങ്ങിയിട്ടുള്ള ഏത് രാശിയാണോ ഭാവമാണോ 7-ാം ഭാവമായി വരുന്നത്, അങ്ങനെയുള്ള രാശിയുടെ അല്ലെങ്കിൽ ഭാവത്തിൻ്റെ സ്വഭാവമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകങ്ങളെ കൊണ്ട് ഓരോ രാശികളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള എങ്ങനെയുള്ള ഭാര്യയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകം അതുകൊണ്ട് പറയുന്നു. ദേവലോകനതൽപരാന്നവരദ ഭാണ്ഡോക സംശോധിനി സ്നേനോൽകാ ഹവനോത്സുക പരിമളേ സക്താജ ഭണ്ഡാർജനെ വാക്പ്രൗഢം കുശലം ച പാകകരണേ ശ്രോത്രീ ച ശാസ്ത്രാധികം സ്പർശം സൗഖ്യമിതാത്തഥാന്യ നിജയം സൽക്കാം വാണി കലാ ഇതി. അപ്പോൾ ഇത് മേടം മുതൽ ഓരോ രാശികളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത റെക്കോർഡിങ്ങിൽ കേൾക്കാം. അപ്പോൾ ഇതിൽ ആദ്യം 20-ാം അധ്യായം ജാതകം കൊണ്ട് ഭാര്യ ചിന്തയാണ്. പുരുഷ ജാതകം കൊണ്ട് 7-ാം ഭാവത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ വിവാഹം എങ്ങനെയാണെന്നുള്ളത് 7-ാം ഭാവം, 7-ാം ഭാവാധിപൻ, 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, നോക്കുന്ന ഗ്രഹം, ശുക്രൻ, ഇവരെ കൊണ്ടൊക്കെ ചിന്തിക്കുമ്പോൾ വരുന്ന ഭാവഗുണദോഷങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഭാര്യയാണ് നമുക്ക് കിട്ടുക പുരുഷന് കിട്ടുക കണ്ടു. പിന്നെ 7-ാം ഭാവം ഏത് രാശിയാണോ, മേടം രാശി മുതൽ ഏത് രാശിയാണോ വരുന്നത്, അവിടെ ഈ പറഞ്ഞിട്ടുള്ള 7-ാം ഭാവം ഭാവാധിപന് നോക്കുന്ന ഗ്രഹം, ഭാവാധിപന് നിൽക്കുന്ന ഗ്രഹം, ശുക്രനോട് നോക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങളോടൊക്കെ അനുസരിച്ചിട്ടുള്ള ഭാര്യയായിരിക്കും കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇന്നത്തെ ശ്ലോകം കൊണ്ട് ഓരോ രാശിയിലെയും സ്വഭാവങ്ങളെയും എങ്ങനെയുള്ള കന്യകയാണെന്നാണ് പറയുന്നത്. അതിനെ അടുത്തതിൽ നോക്കാം. എല്ലാവർക്കും നമസ്കാരം.